LDF ഗവൺമെന്റ് വനിതകളെ ചേർത്ത് നിർത്തുകയാണ്. എന്തെല്ലാം പ്രോഗ്രാംസ് ആണ് വനിതാ ഉന്നമനത്തിന് വേണ്ടി നടത്തുന്നത്. പക്ഷേ എന്താണ് ഈ കഴിഞ്ഞ ദിവസം ടെക്നോ പാർക്കിൽ സംഭവിച്ചത്? ടെക്കി വനിതകളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഈ പറയുന്നതൊക്കെ വെറും വീൺ വാക്കുകളാണ്. സ്ത്രീകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ലക്ഷ്യമല്ല. കാരണം എന്താണ്, എന്തുകൊണ്ടാണ് എന്നിട്ട് അവര് എപ്പോഴും ഞങ്ങൾ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചേർത്ത് പിടിക്കല് വനിതകളെ ചേർത്ത് പിടിക്കലാണ്. അതുപോലെ തന്നെ വനിതകളെ ചേർത്ത് പിടിക്കലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതെന്ന് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് കേന്ദ്രത്തിലാണെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ 51 ഏകദേശം 51.5% പുരുഷന്മാരും 48.5% സ്ത്രീകളുമാണ് ഓൾ ഇന്ത്യ തലത്തിൽ ഉള്ളത്. മറിച്ച് കേരളത്തിലേക്ക് വന്നാലോ 52% സ്ത്രീകളും 48% പുരുഷന്മാരുമാണ്. അപ്പൊ ആരാണ് വോട്ടിൽ കൂടുതൽ? സ്ത്രീകളാണ്. 52% വോട്ടും വരേണ്ടത് സ്ത്രീകളിൽ നിന്നാണ്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് 52% സ്ത്രീകൾ ഉള്ളത് കൊണ്ട് 52% വോട്ടും സ്ത്രീകളുടേതാണ്. പ്രായത്തിന്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് വോട്ടേഴ്സ് ലിസ്റ്റ് ചിലപ്പം അതിലും കൂടുതൽ സ്ത്രീകൾ കാണാം, ചിലപ്പോൾ അതിലും കുറച്ച് കുറവായിരിക്കാം. എന്തായാലും പോപ്പുലേഷൻ അനുസരിച്ച് 52% സ്ത്രീകളും 48% പുരുഷന്മാരുമാണ്. അപ്പൊ അങ്ങനെയുള്ള കേരളത്തില് തീർച്ചയായിട്ടും സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്തൊക്കെ പല പരിപാടികളാണ്. അതായത് അവരെ കുടുംബശ്രീ വഴിയായിട്ട്, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി വഴിയായിട്ട് ഒക്കെ സ്ത്രീകളെ ചേർത്ത് പിടിക്കുകയാണ്. അവർക്ക് വേണ്ടി പല പല സ്കീമുകളും ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ അവരുടെ കൂടെയാണ്, അവരെ ചേർത്ത് പിടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 45 ലക്ഷത്തോളം കുടുംബശ്രീകളുണ്ട് കേട്ടോ. അവരുടെയൊക്കെ വോട്ട് കിട്ടണ്ടേ. അപ്പൊ അങ്ങനെ അവരെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലും കേരളത്തിൽ 93% സ്ത്രീകളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടും, എളുപ്പത്തിൽ ഭരണത്തിലെത്താമെന്ന ആ ധാരണ കൊണ്ട് തന്നെയാണ് അവരെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ചേർത്ത് നിർത്തുന്നു എന്ന അതര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ചേർത്ത് പിടിക്കലും ഇല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ടെക്നോ പാർക്കിൽ ഓർക്കണം, അത് ഗവൺമെന്റിന്റെ മൂക്കിന് താഴെയാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ മുറിക്കുള്ളിൽ കയറി പീഡിപ്പിച്ചു എന്ന് അതും ഒരു ടെക്നോ പാർക്കിലെ IT ഉദ്യോഗസ്ഥയാണ്. അതല്ലാതെ ഒരു കൊച്ചുകുട്ടിയല്ല. കൊച്ചുകുട്ടിയെ ഒട്ടും പാടില്ല. അതായത് ഒരു വിവരവും ഇല്ലാത്ത ഒരു സ്ത്രീയെ അല്ല. അവരുടെ അജ്ഞതയിൽ നിന്ന് മുതലെടുത്തു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഒരു IT ജീവനക്കാരിയെയാണ് ഉറങ്ങിക്കിടന്നപ്പോൾ രാത്രിയിൽ ഹോസ്റ്റൽ മുറിയിൽ കയറി പീഡിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ലോ ആൻഡ് ഓർഡർ, നമ്മുടെ സ്ത്രീ സംരക്ഷണം അറിയാം. കഴക്കൂട്ടം മേഖല തൊട്ട് ഇവിടെ എല്ലാം ഈ ടെക്നോ പാർക്കിലെ വിവിധ ഓഫീസുകളിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പല സമയങ്ങളിലാണ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇറങ്ങി യാത്ര ചെയ്യേണ്ടി വരുന്നത്. അവര് മിക്കവാറും സ്കൂട്ടറിലോ അല്ലെങ്കിൽ കാറിലോ അതുമല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലോ ഒക്കെ ആയിരിക്കാം യാത്ര ചെയ്യുന്നത്. ആ യാത്രയിലുള്ള അവരുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കാര്യവട്ടം ആ ഭാഗത്ത്, കഴക്കൂട്ടം ഭാഗത്ത് ധാരാളം ഹോസ്റ്റലുകളുണ്ട്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ശക്തമായ രീതിയിൽ ഈ ഹോസ്റ്റലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കാത്തത്? അതായത് ഒരു കുട്ടി, ഒരു IT ഉദ്യോഗസ്ഥ ഓഫീസ് വിട്ട് വന്ന് മുറിയിൽ പോയി കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ മുറിക്ക് പൂട്ട് ഇനി ആ മുറിയിൽ വേറൊരു സഹജീവിയും കൂടി വേറൊരു IT ഉദ്യോഗസ്ഥ കൂടി വരാനുണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ഒരു വാച്ച് ആൻഡ് വാർഡ് കാണണ്ടേ? അയാളുടെ കയ്യിൽ അത് പൂട്ടാനോ തുറക്കാനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ കാണണ്ടേ? ആർക്ക് വേണമെങ്കിലും അതിക്രമിച്ച് കയറി വരാനും പീഡിപ്പിക്കാനും തിരിച്ച് രക്ഷപ്പെട്ടു പോകാനും സാധ്യതയുള്ള രീതിയിൽ ഹോസ്റ്റലുകൾ നടത്താൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അനുവാദം കൊടുക്കുന്നത്? ഇവിടെ ഒന്നും ഗവൺമെന്റിന്റെ ശ്രദ്ധ, അതായത് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് വെറും വീൺവാക്കാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇതുവഴിയായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? ഉറങ്ങിക്കിടന്ന ഒരു IT ഉദ്യോഗസ്ഥയെയാണ് ഒരു തെമ്മാടി അതിക്രമിച്ചു കയറി ഉറങ്ങിക്കിടന്നിടത്തുനിന്ന് ഉപദ്രവിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടി ശക്തമായി പ്രതികരിക്കാൻ
തുടങ്ങിയപ്പോഴേക്കും അവൻ എന്താണ് ചെയ്തത്? വായ പൊത്തിപ്പിടിച്ച് അതിന്റെ കഴുത്ത് ഞെരിച്ചു. നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, ആകാവുന്ന തരത്തിലൊക്കെ ശക്തനായ അവൻ ഭീഷണിപ്പെടുത്തി അവളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അതല്ലാതെ അവൾ അങ്ങ് കീഴ്പ്പെട്ടു കൊടുക്കുകയായിരുന്നില്ല ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് അവൾക്ക് ഒച്ച വെക്കാമെന്ന് വന്നപ്പോഴത്തേനും അവൾ ഒച്ച വെച്ചതും അവൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ഓടി രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം പ്രഭാതത്തിലാണ്, എപ്പോഴും അവിടെ അന്വേഷിച്ച് അവളുടെ അടുത്തേക്ക് ഒന്ന് കയറി ചെല്ലാൻ അവിടെ വാച്ചാൻപാടോ ആരും ഇല്ലായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിറ്റേ ദിവസം അവൾ തന്നെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇത് കൊടുക്കുമ്പോഴാണ് ഈ കഥ വെളിയിലാകുന്നത്. എന്നിട്ട് CCTV ദൃശ്യങ്ങളൊന്നും പെട്ടെന്ന് അവൾക്ക് ആളെ ശരിയായിട്ട് കണ്ടില്ല, അവൾക്ക് കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല. എങ്കിൽ പോലും ആ വനിതയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് കഴക്കൂട്ടത്തെ സൈബർ പോലീസ് വളരെ മിടുക്കോട് കൂടിയാണ് ബെഞ്ചമിൻ എന്ന ആ തെമ്മാടിയെ മധുരയിൽ നിന്ന് കണ്ടെത്തുന്നത്. അപ്പൊ ഇനി എന്താണ്? അപ്പൊ അവനെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക. ഇവൻ ഇതൊക്കെ സ്ഥിരം സ്വഭാവമാണ്. ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഇതുപോലെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ മധുരയിലും അവിടെ ഇവിടെയൊക്കെ രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റിൽ, അതായത് തെരുവില് കിടന്നുറങ്ങുന്ന ഒരുപാട് വീടില്ലാത്ത തെരുവ് വിളക്കിന്റെ ഓരത്ത് കിടന്നുറങ്ങേണ്ടി വരുന്ന കുടുംബങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങളിൽ അങ്ങനെ കിടന്നുറങ്ങുന്ന സ്ത്രീകളെ ഇങ്ങനെ സാധാരണ ഇവൻ ഉപദ്രവിക്കാറുണ്ടത്രേ. അപ്പോൾ സംശയം നമുക്ക് വരുന്നു, കേരളത്തില് നീതി പീഠമില്ലേ, കോടതിയില്ലേ, നിയമപാലകരില്ലേ? അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ പറയപ്പെട്ടവരാരും ഇല്ലേ? ഇവനെയൊക്കെ ഇങ്ങനെ വഴിയോരത്ത് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ത്രീയെ ഉപദ്രവിച്ച് ഒരിക്കൽ പിടിച്ചാൽ പിന്നെ എന്തിനവനെ പുറത്തു വിടണം? അങ്ങനെ പുറത്ത് വിട്ടേ തീരൂ എന്നുണ്ടെങ്കിൽ നാട്ടുകാർ സംഘടിക്കണം. നമുക്ക് നാട്ടും പുറത്ത് കാളകളെ ചെയ്യുന്ന ഒരു കർമ്മം അറിയാമല്ലോ, ആ കർമ്മം അങ്ങ് ചെയ്യണം. പിന്നെ ഇവൻ ഒരു സ്ത്രീയെയും ഉപദ്രവിക്കാനായിട്ട് വരില്ലല്ലോ. അപ്പൊ അങ്ങനെ, അതായത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ലെങ്കിൽ ജനം നിയമം കയ്യിലെടുക്കണം. അങ്ങനെ കയ്യിലെടുക്കുമ്പോഴാണ് കുറച്ചെങ്കിലും നീതി നമുക്ക് നടപ്പാക്കി കിട്ടുക എന്നാണ് എനിക്കിവിടെ പറയാൻ തോന്നുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇതുപോലെ ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന വനിതകൾക്ക് വേണ്ടി, എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി, ഞാനും അവരുടെ പ്രായം കഴിഞ്ഞു വന്ന ഒരു വനിതയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള വനിതകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ തന്നെ ഒരു അനുഭവ കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഞാൻ പറയുന്ന കഥ ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് 1900കളിലാണ്. ഞാൻ അന്ന് എൻ്റെ 30കളിലാണ്. എൻ്റെ കുട്ടികൾ രണ്ടും കൊച്ചു കുട്ടികളായിരുന്നു. എൻ്റെ രണ്ട് കുട്ടികളും കൊച്ചു കുട്ടികളാണ്. പ്രൊഫസറായ ഭർത്താവ് ഡേ കോളേജിൽ പ്രവർത്തിക്കുന്നു. എന്നെ ഈവനിങ് കോളേജിലേക്ക്, അന്നും നിലവിലിരുന്ന ഗവൺമെന്റ് വൈരാഗ്യം തീർത്താണ് എന്നെ ഈവനിങ് കോളേജിൽ പോസ്റ്റ് ചെയ്തത്. അത് പോകട്ടെ, ആ കഥ ഞാൻ ഇവിടെ പറയുന്നില്ല. എന്നെ ഈവനിങ് കോളേജിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഈവനിങ് കോളേജ് എപ്പോഴും മുതലാണ്? യൂണിവേഴ്സിറ്റി ഈവനിങ് കോളേജ് അന്ന് പ്രവർത്തിക്കുന്നത് 6:40 മുതൽ 8:40 വരെയാണ്. അപ്പൊ 6:40 മുതൽ 8:40 വരെ കോളേജിലെ പ്രവർത്തനം കഴിഞ്ഞ് കോളേജിന്റെ ഇതൊക്കെ പൂട്ടി ഇറങ്ങി വന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുൻവശത്തുള്ള ബസ് സ്റ്റോപ്പിൽ, യൂണിവേഴ്സിറ്റി ലൈബ്രറിയോട് ചേർന്നുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് പിടിച്ചു വേണം 10 കിലോമീറ്റർ ദൂരെയുള്ള എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ബസ് പിടിച്ചു പോകുന്നത്? കാരണം ഞാൻ അന്ന് ഡ്രൈവ് ചെയ്യാറില്ല. തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ മക്കൾ രണ്ടും കൊച്ചു കുഞ്ഞുങ്ങളാണ്. ആ രണ്ട് കുട്ടികളെയും ആ സമയത്ത് ഉറങ്ങേണ്ട സമയമാണ്. രാത്രി 9:30 ഒക്കെ 10 മണിയൊക്കെ ആകും വീട്ടിലെത്തുമ്പോഴത്തേക്ക്. എന്നെ വന്ന് വിളിച്ചുകൊണ്ട് പോയാൽ പോലും അത്രയും സമയമാകും. അപ്പോൾ അങ്ങനെ കുട്ടികൾ ഉറങ്ങേണ്ട സമയമായത് കാരണം കൊണ്ട് എൻ്റെ ഭർത്താവിന് വന്ന് വിളിക്കാൻ പറ്റില്ല. ആ വണ്ടിക്കകത്ത് കുഞ്ഞുങ്ങളെ ഇട്ട് വരുന്നതൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2 കൊച്ചു കുട്ടികളെ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ എടുത്ത് കാറിനകത്തിട്ട് എന്നെ വിളിക്കാൻ വരുന്ന കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ വേണ്ട, ഞാൻ ബസ്സിൽ വന്നു കൊള്ളാമെന്ന് ധൈര്യസമേതം പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിക്കുന്നു. അങ്ങനെ ഞാൻ ദിവസവും ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബസ് ഇറങ്ങി, ഞാൻ ഇപ്പോൾ മണ്ണന്തല ഇറങ്ങിക്കഴിഞ്ഞാൽ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പാണ് മണ്ണന്തല സ്റ്റോപ്പ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് ഒരു 7 മിനിറ്റ് നടക്കണം. അങ്ങനെ നടന്നു വേണം എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ നടന്നു വരുന്നതും പോകുന്നതും, എല്ലാ ദിവസവും വൈകുന്നേരം കോളേജിലേക്ക് പോകുന്നതും തിരിച്ച് നടന്ന് അവിടെ വന്ന് 9:30-10 മണി അടുപ്പിച്ച് ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുന്നതും ശ്രദ്ധിക്കുന്ന ആരോ. അങ്ങനെ ഒരു ദിവസം ഞാനങ്ങനെ ഞങ്ങൾ ഒരു കുളമുണ്ട്, ആ കുളത്തിന്റെ ഓരത്തോടെ നടന്നു വേണം എനിക്കങ്ങ് പോകാനായിട്ട്. അപ്പൊ അതില്
ഒരു സൈക്കിളിൽ ഒരുത്തൻ ഓടി മുകളിലേക്ക് ഒരു തേരി കയറി പോകണം. എന്നിട്ട് ഒരു സൈഡില് തേരി കയറി ചെല്ലുമ്പോൾ ഒരു സൈഡില് സ്റ്റേഡിയമാണ്, മറു സൈഡിലുള്ള വഴിയാണ് എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പം ഈ സ്റ്റേഡിയം ചേരുന്നിടത്ത് ഒരു ഒരു വിളക്കുകാലുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇലക്ട്രിസിറ്റിയുടെ ഒരു പോസ്റ്ററുണ്ട്. അപ്പൊ ഈ സൈക്കിളിൽ ഓടി കയറിയവൻ അവിടെ ചെന്ന് നിന്ന് ഞാൻ നോക്കുമ്പോൾ ഫ്രീ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഉടനെ എൻ്റെ ബാഗ് തുറന്നു. അതൊരു തേരി കയറി ചെല്ലുമ്പോഴാണ്. അപ്പം ഞാൻ കയറി അങ്ങ് ചെല്ലുമ്പോഴേ ഇവൻ ഈ ഫ്രീ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഞാൻ എൻ്റെ ബാഗ് തുറന്നു. എൻ്റെ ബാഗ് തുറന്നിട്ട് ഒരു 12 ഇഞ്ചുള്ള കത്രിക, ഇരുമ്പ് കത്രിക, അതായത് നിങ്ങൾക്കറിയാമായിരിക്കും നമ്മുടെ സാധാരണ നമ്മുടെ ടൈലർമാർ, ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ ടൈലറിങ് പഠിച്ചിരുന്നു. വീട്ടിലൊരു ടൈലറെ കൊണ്ടുവന്നു, കാരണം വീട്ടിലെ മെയിൻ്റനൻസ് ഒക്കെ നടത്താൻ വേണ്ടി. അപ്പോൾ മേടിച്ചതാണ് ഈ 12 ഇഞ്ച് വരുന്ന ഒരു കത്രിക. ആ കത്രിക എടുത്ത് ഞാൻ മുറിക്കുമെടാ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യസമേതം മുൻപോട്ട് ചെന്നതും അവന് ശരിക്ക് തോന്നി മുറിക്കുമെന്ന് തന്നെ അവൻ പേടിച്ചു. ഞാൻ മുറിക്കുമായിരുന്നു എനിക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ. അവൻ ആ സ്റ്റേഡിയത്തിലേക്ക്, ആ സൈക്കിൾ അവിടെ ഇട്ടിട്ട് ആ സ്റ്റേഡിയത്തിലേക്ക് അവൻ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നടന്ന് ചെന്ന് ആ സൈക്കിളിന്റെ ടയർ കുത്തി കീറിയിട്ടു. 2 ടയറും കുത്തി കീറിയിട്ടിട്ട് നീ ഇനി ഇത് ചുമന്ന് തിരിച്ചു പോയാൽ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടുന്ന് പിന്നെയും എനിക്കൊരു 2 മിനിറ്റോടെ നടക്കണം കേട്ടോ. ഞാൻ അവിടുന്ന് കരഞ്ഞാലും എൻ്റെ വീട്ടിൽ കേൾക്കില്ല, ബഹളം വെച്ചാലും കേൾക്കില്ല. വളരെ അടുത്ത് വീടില്ല അന്ന്. അത് എത്ര വർഷം മുൻപാണെന്ന് നിങ്ങൾ ഓർക്കണം. 90കളുടെ ആരംഭത്തിലാണ്. ഇപ്പോഴാണ് ഇവിടെ എല്ലാം നിറയെ വീടുകളാണ്. അന്ന് അങ്ങനെ വീടുകളില്ല. അപ്പൊ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു പോന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം ഒറ്റയ്ക്ക് ഇപ്പോഴും ഞാൻ ഒരുപാട് മീറ്റിങ്ങുകൾക്ക് വേണ്ടിയിട്ട് എറണാകുളം മുതൽ കോട്ടയം മുതൽ പല സ്ഥലത്തും പോകാറുണ്ട്. ഒരു കാറിലായിരിക്കും പോവുക. അപ്പോൾ ഈ പറയപ്പെട്ട ഈ കാർ ഡ്രൈവറെയൊക്കെ നമുക്ക് നല്ല വിശ്വാസമുള്ളവരായിരിക്കും. അവരെ നമുക്കൊരു അപകട സൂചനയുമില്ല. എങ്കിലും എവിടെയെങ്കിലും നിർത്തി ആ ഡ്രൈവർ തന്നെ ഒരു കാപ്പി കുടിക്കാനോ എന്തിനെങ്കിലും ഇറങ്ങി, അതും അല്ലെങ്കിൽ ഡ്രൈവറും ഞാനും മാത്രമേ ഉള്ളൂ എന്ന് കാണുന്നവര്, ഈ പറയപ്പെട്ട, അതായത് ഈ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, മദ്യവും മയക്കുമരുന്നുമാണ് ഇവിടുത്തെ. അത് മാത്രവുമാണോ, നമുക്ക് അപകടം വരാൻ വേറെയും കാരണങ്ങളുണ്ട്. 40 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ രാപ്പാർക്കുന്നത്. അത് മാത്രമോ, അതോ അവരൊക്കെ അവരുടെ കുടുംബവും ഒക്കെ നാട്ടിൽ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊക്കെ ഒരു ഇടവേളകളിലെ ഉന്മേഷമാണ് എന്ന് അവർ കാണുക ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് നാം എവിടെ പോയാൽ അപ്പൊ ഇപ്പോഴാണെങ്കിലും, അതായത് ഇപ്പോ ഈ പ്രായത്തിൽ പോലും ഞാൻ പുറത്തേക്ക് ഇങ്ങനെ മീറ്റിങ്ങുകൾക്കൊക്കെ ആയി പോയി രാത്രി 10 മണിയൊക്കെ ആവും തിരിച്ചെത്താൻ, ദൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ എന്നൊക്കെ വരുന്ന അവസരത്തിൽ ഞാൻ ഇപ്പോഴും എനിക്ക് വേണ്ട ഡിഫൻസ് കരുതി തന്നെയാണ് പോവുക. സാധാരണ രീതിയിൽ ആർക്കും ഒരു തരത്തിലും എന്നെ ഉപദ്രവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം കരുതി തന്നെയാണ് ഞാൻ പോവുക. പ്രിയപ്പെട്ട വനിതകളെ, നിങ്ങൾ ഒരു പോലീസിനെയും വിശ്വസിക്കേണ്ട. പോലീസുകാർ മിടുക്കരാണ്, അവർ നല്ലവരാണ്, അവർ നമ്മളെ പക്ഷേ അവരുടെ കൺവെട്ടത്തായിരിക്കില്ലല്ലോ നമുക്ക് അപകടം വരുന്നത്. അപ്പൊ നമുക്ക് അപകടം വരുന്നത് എവിടെ വെച്ചാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്വന്തം ഡിഫൻസ് മെക്കാനിസം ഉണ്ടായിരിക്കണം. അത് ഈ പറഞ്ഞ പേപ്പർ സ്പ്രേ ആകാം. പേപ്പർ സ്പ്രേ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ഈ പറയപ്പെട്ടതുപോലെ കത്രിക അതുപോലെയുള്ള ആയുധങ്ങളോ കയ്യിലുള്ളത് കൊണ്ട് രക്ഷപ്പെടണമെന്നില്ല. ഒന്നിലധികം പേരൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകും. എങ്കിൽ പോലും നമ്മൾ സമർത്ഥമായി എന്താ പറയുക, എതിർത്ത് നിന്നാണ് പരാജയപ്പെട്ട് മരണം കൈവരിച്ചത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. അങ്ങനെ സ്ത്രീകൾ ശക്തകളായാൽ, അതായത് എപ്പോഴും നമുക്കൊരു കരുതലുണ്ട് നമ്മളെപ്പറ്റി, നമ്മുടെ സുരക്ഷയെ പറ്റി, നമ്മുടെ ആത്മാഭിമാനത്തെ പറ്റി. നാം സമ്മതിക്കാതെ ഒരുത്തനും നമ്മളെ തൊട്ടുപോകരുത് എന്ന ഒരു ആജ്ഞാസ്വരം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെ ഒരു ആജ്ഞാസ്വരം ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ സ്വരത്തിലെ, നമ്മുടെ ഭാവത്തിലെ ഈ ഭാവം കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകും, വേണ്ട കളിക്കണ്ട എന്ന് മനസ്സിലാകും. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ വേണം നമ്മൾ പെരുമാറാൻ. അങ്ങനെ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. എപ്പോഴും നമുക്ക് വേണ്ട ഡിഫൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ കരാട്ടെ പഠിക്കുന്നുണ്ട്, പെൺകുട്ടികൾ. അവരൊക്കെ കരാട്ടെ പഠിച്ച് ബ്ലാക്ക് ബെൽറ്റ് മേടിക്കണം എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. കാരണം ഏത് സാഹചര്യത്തിൽ എവനെയും അടിച്ചൊതുക്കി അവനവന്റെ കാര്യം നേടി പോരാൻ പറ്റണം. അതിനുവേണ്ടിയാണ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടുന്നവരെ കുട്ടികൾ പഠിക്കണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും.
അതുപോലെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ കരാട്ടെ ഒക്കെ പഠിപ്പിക്കണം, പ്രിയപ്പെട്ട മാതാപിതാക്കളെ. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഇനി വരാനിരിക്കുന്ന കാലം ഇതിനേക്കാൾ നല്ല കാലമല്ല, ഇതിനേക്കാൾ മോശമായ കാലമാണ്. അങ്ങനെ മോശമായ ഒരു കാലം വരുമ്പോൾ നമ്മളുടെ പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ, ധൈര്യത്തോടെ എവിടെയും ഇറങ്ങിച്ചെല്ലാൻ, ഏത് സമയത്തും പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവർ കരാട്ടയൊക്കെ പഠിച്ചിരിക്കണം. അപ്പോ നമ്മുടെ ഇവിടെ നമ്മുടെ ഗവൺമെന്റ് പറയുമല്ലോ നൈറ്റ് ലൈഫ്. ഞാൻ ചോദിക്കുകയാണ്, ശുദ്ധ മണ്ടത്തരം വിവരക്കേട് പറയുന്ന സർക്കാരിനോട് ചോദിക്കുകയാണ്, നൈറ്റ് ലൈഫ് എവിടെയാണ്? കുടുംബം പിന്നെ എന്തിനാണ്? നൈറ്റ് ലൈഫിന് വേണ്ടി ഉള്ളതല്ലേ? മക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അത് ഒരു സ്വന്തം കുടുംബത്തിലാണ്. അങ്ങനെയാണ് നല്ലൊരു കുടുംബം ഉണ്ടാകേണ്ടത്. നല്ല മക്കള്, ആ മക്കൾ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് വളർന്നു വരേണ്ടത് നല്ല കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ അത് കുടുംബത്തിലാണ് നൈറ്റ് ലൈഫ് വേണ്ടത്. പിന്നെ തെമ്മാടികളെ പോലെ ഇപ്പൊ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച ആ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ ആ തെമ്മാടിയെ പോലെയുള്ള തെമ്മാടികൾക്കാണ് നൈറ്റ് ലൈഫ് വേണ്ടത്. അവർക്ക് വേണ്ടിയാണോ സർക്കാർ പണം ചെലവഴിച്ച് അവിടെ ഇവിടെയൊക്കെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ഓരോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇനി ടെക്കികൾക്ക് വേണ്ടിയാണോ നൈറ്റ് ലൈഫ് പറയുന്നത്? വേണ്ടല്ലോ. ടെക്കികളില് നൈറ്റില് ഡ്യൂട്ടി ഉള്ളവർ അവരുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കപ്പോൾ ലൈഫ് ആഘോഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ആരാണ് ഈ രാത്രി കാലങ്ങളിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? അതായത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് മദ്യവിൽപ്പന. ആ മദ്യവിൽപ്പന വർദ്ധിപ്പിക്കാൻ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാമോ ആ മാർഗങ്ങളൊക്കെ സർക്കാർ സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇഷ്ടം പോലെ ചെലവായിക്കോട്ടെ, മയക്കുമരുന്ന് ചെലവായിക്കോട്ടെ എന്ന് ഗവൺമെന്റ് വിചാരിക്കില്ല. പക്ഷെ ഗവൺമെന്റിന്റെ മദ്യനയം മനുഷ്യരെ മയക്കുമരുന്നിലേക്ക്, അതായത് മദ്യത്തിന്റെ വില കേരളത്തിൽ ഉള്ളതുപോലെ മറ്റ് അയൽ സംസ്ഥാനങ്ങളിലെ ഇന്ത്യയിൽ എവിടെയുമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ആ പണം ചെലവഴിക്കാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട മദ്യപന്മാരെന്ത് ചെയ്യും? മയക്കുമരുന്നിലേക്ക് പോകും. ശകലം വിഷം ഉള്ളി ചെന്ന കഴിയുമ്പോഴത്തേനും അങ്ങ് മയങ്ങുമല്ലോ അതിനായിട്ട്. അപ്പൊ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെന്റ് ഒരു കാര്യം ഓർക്കുക, സ്ത്രീകളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് വെറുതെ വീമ്പിളക്കാതെ, വിഡ്ഢിത്തം പറയാതെ, നൈറ്റ് ലൈഫിന് ഊന്നൽ കൊടുക്കാതെ, നൈറ്റ് ലൈഫ് വീട്ടിലാണെന്ന് ഈ സമൂഹത്തിലെ കുടുംബങ്ങളെയും മനുഷ്യരെയും പറഞ്ഞ് പഠിപ്പിക്കുക. അനാവശ്യ സമയത്ത് എവിടെ കണ്ടാലും നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ നടക്കുന്നവനാണെന്ന് കണ്ടാൽ അവനെ പൂട്ടി ജയിലിലിടുക. അല്ലാതെ ഇങ്ങനെ സ്ത്രീകളെ കിടന്നുറങ്ങുന്നിടത്ത് കയറി പീഡിപ്പിക്കുന്നവരെ മാത്രം പോലീസ് നടന്ന് പിടിച്ചാൽ പോരാ, അതിനുള്ള അവസരം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതും ഗവൺമെന്റിന് തന്നെ ചുമതലയാണ്.